അങ്ങനെ ആദർശിൻ്റെയും നയനയുടെയും ഹണിമൂൺ ട്രിപ്പ് ദേവയാനി മുടക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. മുത്തശ്ശൻ്റെ അസുഖം പറഞ്ഞുകൊണ്ട് നേർച്ചയാണെന്നും പറഞ്ഞ് മലയ്ക്ക് പോകാൻ മാലയിടിക്കാനുള്ള വ്രതം എടുപ്പിക്കുകയാണ് നമ്മുടെ ആദർശിനെ കൊണ്ട്. അങ്ങനെ അവരുടെ ഹണിമൂൺ ട്രിപ്പ് കൊളാവാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ നവ്യ ഇങ്ങനെ ഇരിക്കുമ്പോൾ നയന ഒരു ജ്യൂസൊക്കെ ഇങ്ങനെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവർ തമ്മിലുള്ള സംസാരമാണ്. എന്നിട്ട് നവ്യ പറയുന്നുണ്ട്, എന്താടി ഇത് മുടങ്ങാനുള്ള കാരണം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, അത് അമ്മയ്ക്കുള്ള നേർച്ചയായിരുന്നു ചേച്ചി, മുത്തശ്ശന് സുഖമില്ലാത്തതല്ലേ, അതുകൊണ്ട് ആദർശേട്ടനെ കൊണ്ട് മലയ്ക്ക് പോകാൻ മാലയിടിക്കണം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേറൊരു ശിക്ഷയും കൂടി ഉണ്ട്. വ്രതം എടുക്കുന്നത് കൊണ്ട് 41 ദിവസം വ്രതമാണല്ലോ, അതുകൊണ്ട് ഞാൻ ആദർശേട്ടൻ്റെ റൂമിൽ കിടക്കാൻ പാടില്ല, അതുകൊണ്ട് ഞങ്ങൾ വേറെ വേറെയാണ് കിടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, എടി പൊട്ടി, അത് നിനക്ക് തന്ന പണിയാണ്, നിങ്ങൾ തമ്മിൽ അടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ് അവരുടെ. അതിൽ മെയിനായിട്ട് അനാമികയുടെ പ്ലാൻ തന്നെയായിരിക്കും. അവരുടെ അമ്മയും അനാമികയായിരിക്കും ഇതിൽ മുന്നിൽ നിന്നിട്ടുണ്ടാവുക. എന്നിട്ട് നമ്മുടെ വല്യമ്മ വഴി നടത്തിച്ചതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ നയന പറയുന്നുണ്ട്, എന്തെങ്കിലും ആവട്ടെ ചേച്ചി, എന്തായാലും മുത്തശ്ശൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ, എനിക്കതിലൊരു വിരോധവും ഇല്ല, ഇനിയിപ്പോൾ അങ്ങനെയെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് നയനെ അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നവ്യ വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ, അങ്ങനെ വിട്ടാൽ പറ്റില്ല, അങ്ങനെ ഇവരെ മാത്രം ഇങ്ങനെ നേർച്ചയൊക്കെ നേർന്നിട്ട് അവരെ തമ്മിൽ അകറ്റിയിട്ട് അങ്ങനെ അവർക്ക് സുഖമായിട്ട് ഇരിക്കാമെന്ന്, അതായത് അനാമിക അങ്ങനെ സന്തോഷത്തിലിരിക്കാമെന്ന് വിചാരിക്കേണ്ട, അവരുടെ പ്ലാനൊന്നും വർക്കൗട്ട് ആകാൻ പോകില്ല, അവൾക്കൊരു പണി കൊടുക്കണം എന്നിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. ശേഷം അനിയുടെ അടുത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അനിയുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത്. അവരിപ്പോഴല്ലേ ഒന്ന് അടുത്ത് സ്നേഹമൊക്കെ ഒന്ന് തുടങ്ങിയിട്ട് അടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴല്ലേ ആയിട്ടുള്ളൂ, അപ്പോഴേക്കും ഇങ്ങനെ ഒരു പണി കൊടുത്തു എന്നീ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ മലയ്ക്കുവാൻ മാലയിടിക്കാനായിട്ട് വ്രതം എടുപ്പിക്കുകയാണ് അനി എന്നൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനി പറയുന്നുണ്ട്, മുത്തശ്ശൻ്റെ കാര്യത്തിന് വേണ്ടി ഏട്ടൻ അങ്ങനെ ഇടാൻ തയ്യാറാണെങ്കിൽ ഞാനും അതിന് തയ്യാറാവണമല്ലോ എന്നിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത്. അനി എങ്ങനെ സ്വയം മാലയിടാനായിട്ട് തയ്യാറാവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം അവർ മാലയിടാനായിട്ട് തയ്യാറാവുമ്പോൾ നമ്മുടെ അനിയും ചെല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് ദേവയാനി എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, എന്തിനാ മോനെ നീ ഇടണത്, അവരിടുന്നുണ്ടല്ലോ, നീ ഇടുമൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞ് മാറ്റാനൊക്കെ നോക്കി. പക്ഷേ അതൊന്നും നടന്നില്ല കേട്ടോ. അങ്ങനെ അനി ഇവരുടെ കൂടെ മാലയിടാനായിട്ട് തയ്യാറാവുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി അവരുടെ എല്ലാ പ്ലാനും പൊളിയാണ് ചെയ്യുന്നത് കേട്ടോ. അനാമികയ്ക്ക് സങ്കടമാവുകയാണ് ചെയ്തത്. ഒത്തിരി പ്ലാനൊക്കെ ഉണ്ടായിരുന്നല്ലോ മൂപ്പർക്ക് ചെയ്യാനായിട്ട്, അങ്ങനെ എല്ലാ പ്ലാനും പൊളിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ നവ്യയ്ക്കാണെങ്കിലും സന്തോഷമാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവരുടെ എല്ലാ പ്ലാനും പൊളിഞ്ഞല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് നവ്യയും.